ഒരു ഉപയോഗവുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പല മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഫ്ലവർ ബൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, എനിക്ക് ഒരു തവണ ബീച്ചിൽ പോയപ്പോൾ ഞാൻ അവിടെ വെച്ച് പൊട്ടറ്റോ ചിപ്സ് മേടിച്ച് കഴിച്ചു. പൊട്ടറ്റോ ചിപ്സ് മേടിച്ച് കഴിച്ചതിന് ശേഷം അതിൻ്റെ സ്റ്റിക്ക് കണ്ടപ്പോൾ എനിക്ക് അന്നേരം തോന്നിയ ഐഡിയ ആണ്, ഇതെന്തിനാണ് എടുത്തെറിയുന്നത്, അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്തുകൂടെ? അങ്ങനെ അവിടെ കിടന്ന ഒരുപാട് സ്റ്റിക്കുകൾ, ഇഷ്ടംപോലെ സ്റ്റിക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഞാൻ പറക്കിക്കൊണ്ട് വീട്ടിൽ വന്നു. അത് വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തൊരു ഗ്രീൻ പെയിൻ്റ് അടിച്ചു. ഗ്രീൻ പെയിൻ്റ് അടിക്കാൻ കാരണം ഈ പൊട്ടറ്റോ വറുത്തതിൻ്റെ ആ റൗണ്ട് ഷേപ്പ് നമ്മൾ എത്ര കഴുകിയാലും അതിനകത്ത് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ആ ഗ്രീൻ പെയിൻ്റ് അടിച്ചത്. അപ്പോൾ ആ ഗ്രീൻ പെയിൻറ്റും എൻ്റെ കയ്യിൽ കുറേ നാൾ പഴകിയിരുന്നതാണ്. അത് ഒരുവിധം ഉണങ്ങി വന്നതാണ്. ഞാൻ വടിച്ചെടുത്ത് വെള്ളം ചേർത്തിട്ടാണ് അത് പെയിൻറ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കിയത്. പക്ഷേ ഇത് പെയിൻറ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പുറമേ കാണാത്ത രീതി ചെയ്താൽ പോരായോ, ഈ സ്റ്റിക്ക് അതിനകത്ത് പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഫൈനലി ഞാൻ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് നല്ല രീതിയിൽ ഈ വൃത്തികേട് പുറത്തോട്ട് ഇറങ്ങിയേനെന്ന് തോന്നി. ഓക്കെ, ഞാനിത് പെയിൻറ് ചെയ്തു. അതിനുശേഷം എൻ്റെ കയ്യിൽ കുറച്ച് സാറ്റൻ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അതും പലവട്ടം പലരും ചെയ്തതിൻ്റെ ബാലൻസ് വരുന്നതാണ്. അപ്പം ഞാനത് ഈക്വലായിട്ട് മുറിച്ച് ഒരു സ്ക്വയർ രൂപത്തിലാക്കിയതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതിൻ്റെ 4 വശവും ഞാൻ മെഴുകുതിരി വെച്ച് ഉരുക്കി. ആദ്യമൊക്കെ ഉരുക്കി, ഉള്ള കാര്യം പറയാമല്ലോ, പിന്നീട് ഞാൻ ഉരുക്കിയിട്ടില്ല. മടി കാരണം ഞാൻ ഉരുക്കാതെയാണ് പിന്നീടുള്ളത് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് പെറ്റൽ പോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഞാൻ പല വീഡിയോസിലും കണ്ടത് പെറ്റൽ പോലെ മടക്കി ഗം ഉപയോഗിച്ച് ഒട്ടിച്ച് പിന്നെ സ്റ്റിക്കിനകത്ത് നേരെ അത് ഒട്ടിച്ച് പോകുന്നതാണ് കണ്ടത്. അത് ഒരുപാട് സമയം വേസ്റ്റ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളിപ്പോൾ എനിക്കിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യം മനസ്സിലായി. കാരണം ഈ ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്നവരൊന്ന് സമ്മതിക്കണം. റെഡിമെയ്ഡ് ബൊക്കെ ഫ്ലവർ മേടിച്ച് ചെയ്യുന്നവരുടെ കാര്യമല്ല, അതും പ്രയാസമായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ഫ്ലവർ ചെയ്തെടുക്കുന്നവർ അവരുടെ എന്തുമേ സമയം വെറുതെ കളഞ്ഞിട്ടാണ്, വെറുതെ അല്ല, ഒരുപാട് സമയം ചിലവഴിച്ചിട്ടായിരിക്കും ഇത്രയും ലുക്കായിട്ട് ഒരു ബൊക്കെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം എനിക്ക് 4-5 ഏകദേശം ഒരു 6-7 ഫ്ലവറേ ഉണ്ടായിരുന്നുള്ളൂ, മെറൂൺ കളർ. അപ്പോൾ എനിക്ക് അത് പോരാ, ഞാൻ ഒരുപാട് സ്റ്റിക്കിനകത്ത് പെയിൻറ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് ഉണ്ടായിരുന്ന കുറേ ആക്രികളിൽ നിന്ന് നുള്ളിപ്പറക്കി എനിക്ക് ഓഫ് വൈറ്റ് കളർ സാറ്റനും കൂടി കിട്ടി. അതിനും ഞാൻ ഇതുപോലെ ചെയ്തു. ഇതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് പെറ്റലിന് മടക്കിയത് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ട് സ്റ്റിക്കിൻ്റെ മേൽവശത്ത് കുറച്ച് ഗം തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പെറ്റിൽ അടിച്ച് ഏകദേശം ഒരു 14-15 പെറ്റിലെടുത്താണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നേരെ നമ്മൾ പശ തേച്ച് വെച്ചതിന് ശേഷം അത് ചുറ്റിയെടുക്കുക. ഇതാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഇതെന്ത് സമയം എടുക്കുമെന്നറിയാമോ ഇത് ചെയ്തെടുക്കാൻ? ഫൈനലി എനിക്ക് ഓഫ് വൈറ്റ് വെച്ചും ഏകദേശം ഒരു 3-4 ഫ്ലവറേ കിട്ടിയുള്ളൂ. എന്നിട്ടും ബാലൻസ് സ്റ്റിക്ക് പെയിൻറ് ചെയ്തത് ബാലൻസ് വന്നു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതാണ്ട് ഇത്രയും പൂവാണ് എനിക്കുണ്ടായത്. കണ്ടോ, എനിക്ക് ഇതിനകത്ത് എന്ത് ക്ലാരിറ്റിയോടെ കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നിയതാണ്, ഇത് ഒറിജിനൽ ഫ്ലവർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സത്യമായിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാനിനി എന്തൊക്കെ രീതിയിൽ വീഡിയോ എടുത്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ, എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായ ആ ഒരു കണ്ട ആ ഒരിത് എനിക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിനുശേഷം എൻ്റെ കയ്യിൽ ഇത്രയും സാധനം ഞാൻ വേസ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നീട് നമ്മൾ ബൊക്കെ പൊതിയാനുള്ള പേപ്പർ അടുത്തുള്ളൊരു കടയിൽ പോയി, അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള സാറ്റനും ഞാൻ അപ്പുറത്തുള്ളൊരു കടയിൽ പോയാണ് മേടിച്ചത്. ഒരു 3 ഷീറ്റ് മേടിച്ചു. 2 ഷീറ്റ് ഇങ്ങനെ സിക്സാഗ് പോലെ മടക്കി ഇങ്ങനെ ഫുള്ള് ചുറ്റിയെടുത്തു. പിന്നെ ഒരു ഷീറ്റ് 2ആയിട്ട് മടക്കി മുറിച്ചെടുത്തിട്ട് താഴ്വശത്ത് ഒരു മോഡൽ വരുന്ന രീതിയിൽ ഇതാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, കട്ട് ചെയ്തിട്ട് അതും സിക്സാഗ് പോലെ ആക്കി അതിന് റൗണ്ട് പിന്നെയും ഒരു ലെയറും കൂടി കൊടുത്തിട്ടാണ് ഞാൻ സാറ്റൻ കെട്ടിയെടുത്തു. ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിതിപ്പോൾ ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽ വെച്ചാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ വളരെ എക്സ്പെൻസീവായിട്ട് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൊടുക്കുമ്പം അവരവരുടെ എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ ചെയ്യും. പക്ഷേ നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മൾ തന്നെ സാധനം വാങ്ങി അത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എഫേർട്ട്നെസ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാല്യൂ, അത് അല്ലാതെ പണമല്ല. നമുക്ക് ടൈമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടൈമുള്ളവർ പരമാവധി സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നവരെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവർ സ്വന്തമായിട്ട് ചെയ്തെടുക്കുക. അതിന് അവിടെ ഉണ്ടാകുന്ന നിങ്ങൾ എത്ര പൈസ മുടക്കിയാലും ഇതിൻ്റെ അത്രയും മൂല്യം അവിടെ ഉണ്ടാവില്ല. ഇച്ചിരി കാണാൻ ലുക്ക് കുറവാണെങ്കിലും പോട്ടെ, അടിപൊളിയായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടും, അവർക്കത് സന്തോഷമായിരിക്കും. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് സ്വന്തമായിട്ട് അയാളുടെ കൈ കൊണ്ട് ചെയ്ത് തന്നതല്ലേ എന്നൊരു ഫീൽ അവർക്കുണ്ടാവും.
എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു. സത്യമായിട്ടും എനിക്ക് ഈ ഫോട്ടോയിൽ എനിക്കുണ്ടായ കണ്ടിട്ടുണ്ടായ അനുഭവം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു എന്നറിയില്ല. എന്തായാലും ഞാനെടുത്ത എഫേർട്ടും എൻ്റെ ടൈമും വെറുതെ ആയില്ല. കാണാൻ നല്ലതായിരുന്നു. പിന്നീട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന പലതിൽ നിന്നും ഇതല്ല പല രീതിയിലും പല ഐറ്റംസും ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചാണെങ്കിൽ തന്നെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം, ക്ലിപ്പ് ഉണ്ടാക്കാം, ബോ ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാക്കാം. നമുക്ക് അതിന് ടൈം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പല സാധനങ്ങളിൽ നിന്നും നമുക്ക് പൈസയും സമ്പാദിക്കാൻ സാധിക്കും. ഇതെന്തായാലും അടിപൊളിയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നെ ഒന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്